നിയമസഭയുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്ന ദിവസം കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ DK മുരളി MLA പരാതി പരിശോധിക്കുക എന്നത് തന്നെയാണ്. അതായത് ഈ മാങ്കൂട്ടത്തിന് സഭയിൽ അയോഗ്യത കൽപ്പിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ MLA സ്ഥാനം റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളുടെ ആദ്യ ഭാഗമാണ് ഈ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി ആ പരാതി പരിശോധിക്കുന്നത്. അതിനുശേഷം വിശദമായ പരിശോധനകൾക്ക് ശേഷം സഭയുടെ പരിഗണനയിലേക്ക് വിടുക എന്നതല്ലേ അവരുടെ രീതി എന്ന് പറയുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. സഭ ഇത്തരത്തിൽ സ്പീക്കർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഈ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. അവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ഏതൊക്കെ നടപടികൾ സ്വീകരിക്കണം, അയോഗ്യനാക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും തന്നെ പരിശോധിച്ച് വരികയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്പീക്കർ AN ഷംസീർ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ഈ തീരുമാനം കൈക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ്, അല്ലെങ്കിൽ അത് പരിശോധിക്കുന്ന ആദ്യഘട്ട നടപടിയാണ് ഇന്ന് ഉണ്ടാവുക എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ DK മുരളി MLA ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന്മേലുള്ള പരിശോധന തന്നെയായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കുകയാണെങ്കിൽ പ്രതിപക്ഷം പ്രതിരോധം തീർക്കും എന്ന് തന്നെയാണ്. അതാണ് ഇരട്ട അഭിപ്രായം. അതായത് പൊതു സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊതുവെ വന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി, അയാളുടെ കാര്യത്തിൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. സർക്കാർ തന്നെ നടപടി എടുക്കട്ടെ എന്നും പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു അയോഗ്യനാക്കുന്ന കാര്യം പരിശോധിക്കുമ്പോൾ അതിനിടയിൽ തന്നെ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രതിപക്ഷ നേതാവാണെങ്കിലും K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെയും തന്നെ രാഹുലിനെ അങ്ങനെ അയോഗ്യനാക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഇക്കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു അയോഗ്യനാക്കുന്ന നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രതിപക്ഷം പ്രതിരോധം തീർക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ 3 പെൺകുട്ടികളുടെ പരാതികൾ ഇവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സമൂഹം കണ്ടുകഴിഞ്ഞു, കേരളം കണ്ടുകഴിഞ്ഞു. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ എന്തിനാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്രയും തിടുക്കപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് ജനം വിലയിരുത്തുന്നതും എന്ന് പറയുന്നത്. ഏതായാലും അതിന്മേലുള്ള നടപടികൾ എന്തായാലും ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ട പരിശോധനകളൊക്കെയും തന്നെ നടക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും പ്രതിപക്ഷം ഇതിനെ പ്രതിരോധിക്കുക എന്ന കാര്യവും കണ്ടറിയേണ്ടതുണ്ട്. ശരി, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രധാനമായും ബജറ്റിന്മേലുള്ള പൊതുചർച്ച ആരംഭിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി യോഗം ചേർന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യതയടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യ പരിശോധന DK മുരളി MLA ആണ് അയാൾക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആദ്യ പരിശോധന ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരമായി നിയമസഭയിൽ നിന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. മാനസയാണ് ഈ സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.